ഒരു തവണ ഇതുപോലെ കണ്ണടിച്ച് പൊട്ടിച്ച് ഭയങ്കര ഇതായി കണ്ണ് കാണാൻ പാടില്ലാത്ത അവസ്ഥയിലേക്ക് വന്നിട്ട് ഞങ്ങൾ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നു. ഇതൊന്നും അറിയുന്നില്ല എന്ന് പറയാൻ കാരണം ഫോൺ എന്ത് ചെയ്താൽ ഇവൻ കൊടുക്കില്ല. ഇവൾക്ക് ഞാനൊരു ഫോൺ 2020 ജനുവരിയിൽ ഒരു പുതിയ ഫോൺ വാങ്ങിച്ചു കൊടുത്താണ്. ആ ഫോൺ സിമ്മും എല്ലാം വെള്ളത്തിലിട്ട് നശിപ്പിച്ചത് കളഞ്ഞു. അത് അറിയായിരുന്നു. പക്ഷേ അറിയായിരുന്നു വെച്ച് കഴിഞ്ഞാലും 4 വർഷമായി 2021 പെൺകുട്ടി ജനിക്കുന്നത്. അപ്പോൾ ജനിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് മുമ്പുള്ളതായ കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ചെയ്തുള്ള ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലാണ് ഈ പ്രസവത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്, ചികിത്സയൊക്കെ. അത് കാരണം അവിടെ നിന്ന് കൊണ്ടുവരണ്ട, അവിടെ തന്നെ പ്രസവം അവിടെ തന്നെ ആക്കാമെന്ന് പറഞ്ഞ് അവിടെ തന്നെയാണ് ആക്കിയത്. അതിനുശേഷം അതിൻ്റേതായ ചിലവുകളെല്ലാം ഞങ്ങൾ തന്നെയാണ് വഹിച്ചതും. 28 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയാണ് ചെയ്തത്. അപ്പോൾ ആ 28 ദിവസം കഴിഞ്ഞിട്ട് 32 ദിവസമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ആ 28 ദിവസം വരെ ഇവളാണ് അവിടെ നിന്നിരുന്നത്, എൻ്റെ വൈഫാണ്. അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ആ 28 അന്ന് ഞാനില്ല, ഇവള് തന്നെയുള്ളൂ. ഇപ്പോൾ ആ 28 ഇവളെ കട്ടിലുമേ കിടന്ന് കൊച്ചിന് സൈഡിൽ കത്തിക്കൊണ്ട് ഇവള് കിടക്കുന്ന സമയത്ത് കൊച്ചിനെ ഇവളെ വലിച്ച് താഴെ ഇട്ടു. അപ്പോൾ ഇവള് പെട്ടെന്ന് ഓടിച്ചു, എന്താ ഗിരീഷ് കാണിക്കാൻ ചെന്നിട്ട് ഓടിച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ വേഗം ഓടിപ്പോയി. അങ്ങനെയുള്ള സംഭവം ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് മറ്റുള്ള കാര്യങ്ങൾ അറിയാമായിരുന്നു. അതിന് പല ബന്ധുജനങ്ങളുമായിട്ടും ഇവരുടെ വിവാഹത്തിന് വന്നിരുന്ന ആളുകളെയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പലതവണ സംസാരിച്ചു. ഒരു തവണ ഇതുപോലെ കണ്ണടിച്ച് പൊട്ടിച്ച് ഭയങ്കര ഇതായി കണ്ണ് കാണാൻ പാടില്ലാത്ത അവസ്ഥയിലേക്ക് വന്നിട്ട് ഞങ്ങൾ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നു. ഇതൊന്നും അറിയുന്നില്ല എന്ന് പറയാൻ കാരണം ഫോൺ എന്ത് ചെയ്താൽ ഇവൻ കൊടുക്കില്ല. ഇവൾക്ക് ഞാനൊരു ഫോൺ 2020 ജനുവരിയിൽ ഒരു പുതിയ ഫോൺ വാങ്ങിച്ചു കൊടുത്താണ്. ആ ഫോൺ സിമ്മും എല്ലാം വെള്ളത്തിലിട്ട് നശിപ്പിച്ചത് കളഞ്ഞു. അത് വർക്കാവുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഗിരീഷേ എന്തെങ്കിലും നമുക്കൊരു കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഒരു ഇത് വേണമല്ലോ, അതിനൊരു സംഭവം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ വേണമെങ്കിൽ എൻ്റെ കയ്യിലേക്ക് വിളിച്ചാൽ മതി. ഇവൻ ഈ വണ്ടി ഓട്ടം പോയി കഴിയുമ്പോഴത്തേക്കും പലതിക്കിലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ അറിയാൻ പറ്റും. അതുപോലെ ഗിരീഷിൻ്റെ അമ്മയ്ക്ക് ഒരു ചെറിയ ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോണിലേക്ക് ഞങ്ങൾ വിളിച്ചുകൊണ്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നു. മുഴുവൻ സാധാരണ ഫോണായിരുന്നു. ആ ഫോണും ഇടക്കാലം കൊണ്ട് അത് ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. അതുമില്ല, യാതൊരു കോണ്ടാക്റ്റ് ബേസും ഇല്ല. അയലക്കത്തേക്ക് അത് കഴിഞ്ഞ് അയലക്കത്തെ നമ്പർ ഞങ്ങൾ വാങ്ങിച്ചിരുന്നു. അയലക്കത്തെ നമ്പർ വാങ്ങിച്ചിട്ട് അവരുടെ അടുക്കിലേക്ക് ഇറക്കി വിളിച്ചുകൊണ്ടിരുന്നു. അവർ പലതവണ ഞങ്ങളെ വിളിച്ചു. അങ്ങനെ ഇവിടെ ഭയങ്കര ഒച്ചയും ബഹളവുമാണ്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ വന്ന് നോക്കണം, ഈ സ്വന്തക്കാരെങ്കിലും ഉണ്ട്, ബന്ധങ്ങളുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ പലതവണ അവിടെ ചെന്നു. ഒരു തവണ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവർ പലതവണ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു തവണ വിളിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ മക്കളെ നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളണം, ഞങ്ങളെ എപ്പോഴും വിളിക്കരുത് എന്ന് പറഞ്ഞു. കാരണം പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാൻ പറ്റിയില്ല. അങ്ങനെയുള്ളതായ സംഭവം ഉണ്ടായത്. അതിനുശേഷം ഉണ്ടായതും ബന്ധുജനങ്ങൾ മാറി ഞങ്ങൾ പലതവണ കോംപ്രമൈസിന് തിരിച്ചതാണ്. ഞങ്ങളുള്ള പെരുമാറ്റം വെച്ചാൽ വേറെ വലിയ കൂടുതലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ഈ അത്ര ഞങ്ങൾ ഇതുമല്ല, അത്ര കൂടുതൽ സ്നേഹമല്ല. ഇങ്ങോട്ട് വരുമായിരുന്നു, ഇടയ്ക്ക് വരുമായിരുന്നു. അത് കഴിഞ്ഞ് ഇടയ്ക്ക് വിശേഷങ്ങളോ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസങ്ങളിലൊന്നും മിക്കവാറും പറ്റില്ല, ഇങ്ങോട്ട് വരാൻ പറ്റില്ല, കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ഇത് രണ്ടുമായിരുന്നു മെയിൻ വിഷയം. അതിൻ്റെ ഇതാണ് അവർക്കവിടെ പ്രോപ്പർട്ടി ഉണ്ട്, സ്ഥലമുണ്ട്. അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും 14-ാം തീയതി കഴിഞ്ഞ് 16-ാം തീയതി ഒക്കെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും പോലീസുകാരോടൊക്കെ പറഞ്ഞതാണെന്ന് വെച്ചാൽ ഇത്രയും സ്ഥലമുണ്ട്, ഈ അപ്പുറം ഇപ്പം 2 വീടുമുണ്ട്, ഇതൊക്കെ അമ്മയുടെ സ്വത്താണിത്. അച്ഛൻ അവിടെ വന്ന് ദത്ത് നിന്നതാണ് ഇവരുടെ കുടുംബത്തിൽ. അമ്മയുടെ സ്വത്താണ് ഈ സ്ഥലം മുഴുവൻ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി പറയുകയാണ്, ഇത്രയും ഇതൊക്കെ സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് ആക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കിടന്നത് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കേണ്ട മറ്റുള്ളതിൻ്റെ കാര്യങ്ങളുണ്ടോ, ഇങ്ങനെയുള്ളതായ സംവിധാനങ്ങളാണ് പറഞ്ഞത്. സ്വത്ത് പാർക്ക് വേണം, സ്വത്ത് വെച്ച് കഴിഞ്ഞാൽ 6 അടി മണ്ണ് മതി, മരിച്ച് കഴിഞ്ഞാൽ 6 അടി മണ്ണ് മതി ആർക്കും. അങ്ങനെയൊന്നും ഡിമാൻഡ് ചെയ്തില്ലായിരുന്നു. ഞങ്ങളായിട്ട് അങ്ങോട്ട് പറയുകയാണ് ചെയ്തത്. ഞങ്ങൾ പറഞ്ഞു 10-18 പവൻ്റെ ആഭരണം, 10-20 പവൻ്റെ എന്ന ഉദ്ദേശം 10-18 പവൻ്റെ ആഭരണം തരാം. പിന്നെ പൈസയുടെ കാര്യം നിങ്ങൾ എന്താണെന്ന് ഉദ്ദേശിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് 2 ലക്ഷം രൂപയും കൊടുത്തായിരുന്നു. 2 ലക്ഷം രൂപ കൊടുത്തിട്ട് 1 ലക്ഷം രൂപ അന്ന് ആ നിശ്ചയത്തിൻ്റെ അന്ന് കൊടുത്തു. പിന്നെ 1 ലക്ഷം രൂപ ഇവളുടെ പേരിൽ അക്കൗണ്ട് ചെയ്തേക്കാണ്. അത് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഡോക്യുമെൻ്ററിയൊക്കെ അവരുടെ കയ്യിൽ തന്നെയാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടേക്കാണ്. വീട്ടുകാരുടെ കാര്യത്തിന് മറ്റുള്ളതായ കുഴപ്പങ്ങളൊന്നുമില്ല. അനിയൻ ഒരാളുണ്ട്. അനിയനാണെന്നുണ്ടെങ്കിലും അനിയൻ പറഞ്ഞാൽ കേൾക്കില്ല. മെയിനായിട്ടതാണ്. പലതവണ അനിയനോട് ഞങ്ങൾ സംസാരിച്ചതാണ്. അനിയൻ വേറെയാണ് താമസം. പക്ഷേ എന്നാലും അനിയനോട് ഞാൻ സംസാരിച്ചപ്പോഴും അനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്, എന്ത് പറഞ്ഞാലും ആളിങ്ങനെ കേൾക്കില്ല.